ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും വീണ വ്ലോഗ്സിൻ്റെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. നമ്മുടെ പാപ്പനംകോട് ശ്രീ പട്ടാരത്ത് ദേവീക്ഷേത്രത്തിലെ അഗ്നിക്കാവടിയാണിത്. ഈ കാവടി നേരിൽ കാണാനും അത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാനും എനിക്ക് പറ്റിയതിൽ ഭയങ്കര സന്തോഷമാണ്. കാരണം ഞാൻ ഇതിനു മുന്നേ ഇങ്ങനൊരു അഗ്നിക്കാവടി നേരിട്ട് കണ്ടിട്ടില്ല. എൻ്റെ സ്ഥലത്ത് ഇവിടെ ഉണ്ട്, പനത്തുരയുണ്ട്, അഗ്നിക്കാവടിയുണ്ട്. പക്ഷെ ഞാൻ നേരിട്ട് പോയിട്ടില്ല, ഇതുവരെ ഞാൻ നേരിട്ട് പോയിട്ട് ഇങ്ങനെ കണ്ടിട്ടില്ല. വേൽക്കാവടി അത് ഘോഷയാത്രയായിട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് ഈ അഗ്നിക്കാവടി ഞാൻ കാണുന്നതിൻ്റെ ഫസ്റ്റ് ടൈം തന്നെയാണ്. ഇതിൽ ഓരോരുത്തർക്കും ദേവിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഈ കനലിലൂടെ ഓടിപ്പോകുന്നതും. അതുപോലെ തന്നെ ഇത് പോയിട്ടവർ ആ മേളത്തിൻ്റെ ഒപ്പം നിന്ന് അവർ ആ ഡാൻസ് കളിക്കുന്നുണ്ട്. മേളത്തിനൊപ്പം നിന്ന് അവർ ആ ഒരു ഡാൻസ് കളിച്ചിട്ട് തന്നെയാണ് അവർ തിരിച്ചു പോകുന്നതും. വരുന്നതിന് മുന്നേ ആയിട്ടും എന്താ പറയുക, അവർ ഈ മേളത്തിനൊപ്പം നിന്ന് ആ ഒരിത് ഡാൻസ് കളിച്ചിട്ട് വീണ്ടും ഇവിടെ വന്ന് വീണ്ടും ഇങ്ങനെ അഗ്നിയിലേക്ക് ഓടുകയാണ് ചെയ്യുന്നത്. ചിലവർ ഞാൻ നോക്കുമ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു പ്രാവശ്യം ഓടി, പിന്നെ അവർക്കത് മതിയാവുന്നില്ല, വീണ്ടും വരും, വീണ്ടും ആ കനലിലേക്ക് ഓടും. അങ്ങനെ തന്നെയാണ് അവരിത് ആ ഒരിത് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതിൽ ഇവർ ഓടുന്നതിനനുസരിച്ച് അവിടെ ഒരു കുഴുവാണ് ഉണ്ടാവുന്നത്. ആ കുഴുവുണ്ടാവുന്ന സമയത്ത് ഇവർ രണ്ടാമത് അവർ വന്ന് കനൽ നിരത്തും. ഈ കനൽ നിരത്തുന്ന ടൈമിൽ വീണ്ടും അടിയിലേക്കുള്ള കനലുകളെല്ലാം വീണ്ടും മേളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും അവർക്ക് ആ അനുഗ്രഹം കിട്ടുന്നുള്ളതുകൊണ്ട് മാത്രമാണ് അവർ ഈ കനലിലേക്ക് പോകുന്നത് തന്നെ. അവരത് ആ കനലിലേക്ക് അവർ ഇറങ്ങി ഓടുകയാണ് ചെയ്യുന്നത്. ശരിക്കും നമുക്ക് എന്താ പറയുക, ഒരു കാലിൽ ചെറുതായിട്ടൊരു തീ കൊണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കരമായിട്ട് പൊള്ളുന്നതാണ്. പക്ഷേ ശരിക്കും ഇതൊരു അനുഗ്രഹം തന്നെയാണ്, ഇങ്ങനത്തെ ഒരു ഈ കനലിലേക്ക് അവർ ഓടുന്നത് തന്നെ. ഇപ്പോൾ ഈ ഓടിയ കാവടി എടുത്തിട്ടുള്ള ആൾ ഇതുകൂട്ടി രണ്ടാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ കനലിലൂടെ ഓടുന്നത് തന്നെ. അപ്പം ഏറ്റവും കൂടുതൽ അത്രയും ഭക്തിയോടുകൂടെ തന്നെയാണ് അവരത് ചെയ്യുന്നത്. അതുപോലെ പട്ടാരം ദേവീക്ഷേത്രം ഞങ്ങളുടെ ഇവിടെ നിന്ന് ഒരു കുറച്ച് പോയാൽ മതി. പിന്നെ എനിക്ക് ഈ വീഡിയോസിൽ വോയിസ് കൊടുക്കുന്നതൊന്നും അത്ര വലിയ പരിചയമുള്ളതൊന്നുമല്ല. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. എൻ്റെ എന്താ പറയുക, ഫസ്റ്റ് വീഡിയോ ലോങ് വീഡിയോയ്ക്കുള്ള വോയിസ് കൊടുക്കുന്നതാണ്. അപ്പോൾ എന്താ പറയുക, എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. മാക്സിമം എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോസിന് ലൈക്കും അതുപോലെ കമൻറ്റും ഒക്കെ ചെയ്യുക, സ്കൈപ്പും കൂടെ ചെയ്യുക. എല്ലാവരും കാണുന്നവർ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്നവരായിരുന്നാലും പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നമ്മുടെ പാപ്പനംകോട് ശ്രീ പട്ടാരത്ത് ദേവീക്ഷേത്രത്തിലെ അഗ്നിക്കാവടിയാണ്. വേൽക്കാവടി ഉണ്ടായിരുന്നു, ഇത് അഗ്നിക്കാവടിയാണ്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോസൊക്കെ കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. ഓക്കെ, ഇന്നത്തെ ദിവസം നമ്മുടെ പട്ടാരത്ത് അമ്മയുടെ അവിടെ ഇത് ഘോഷയാത്രയുണ്ട് കേട്ടോ. ഞാനിത് പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള, അതായത് നമ്മുടെ വെള്ളായണി ട്രിവാൻഡ്രത്തിനകത്തുള്ള ആൾക്കാർ, വെള്ളായണി നേമം അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ, അവർക്കൊക്കെ പെട്ടെന്ന് അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്ന് ഘോഷയാത്രയൊക്കെ ഉണ്ട്. പറ്റുവാണെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോസും ഞാൻ ഇടുന്നതാണ്. അപ്പോൾ എല്ലാ പേരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് കട്ടയ്ക്ക് കൂടെ നിൽക്കണേ മക്കളെ. ഓക്കെ, വോയിസ് കൊടുക്കുന്നതിലൊക്കെ ഭയങ്കര ചമ്മലും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. എന്നാലും എന്താ പറയുക, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു. എല്ലാവർക്കും ഒന്ന് ദേവിയുടെ അനുഗ്രഹമൊക്കെ ഉണ്ടാവട്ടെ. എല്ലാവരും ഒന്ന് വീഡിയോസൊക്കെ മാക്സിമം ഒന്ന് കണ്ട് ഷെയർ ചെയ്ത് സപ്പോർട്ടാക്കണേ പ്ലീസ്.